മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ വനംവകുപ്പ് പദ്ധതിയായ മിഷൻ സോളാർ ഫെൻസിംഗിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന തൂക്കുവേലിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. 182 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിംഗിന്റെ 175 കിലോമീറ്ററും നിലവിൽ പരിപാലിച്ചു പോരുകയാണ്. 1.5 കിലോമീറ്റർ ഒരു യൂണിറ്റ് എന്ന നിലയിൽ ഓരോ യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും വലിയ മൃഗങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങൾ ഉടനടി കണ്ടെത്തി പഴയപടിയാക്കാനുള്ള കർമ്മസേന ടീം സദാ സജ്ജരാണ്. ഇതിനായി ഓരോ യൂണിറ്റിലും 3 പേർ വീതം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഉപകരണങ്ങളുടെ അടിയന്തര സർവീസ് ആവശ്യങ്ങൾക്കായി ഡിവിഷൻ കീഴിൽ ഒരു സർവീസ് സെന്റർ കൂടി ആരംഭിച്ചു. നമുക്ക് 182 കിലോമീറ്റേഴ്സ് ഓഫ് സോളാർ ഫെൻസിംഗ് ഉണ്ട്. അപ്പോൾ ഈ സോളാർ ഫെൻസിംഗിൽ നമ്മൾ നോക്കുമ്പോൾ 35 കിലോമീറ്ററിന് മുകളിലുള്ള ഫെൻസിങ് നോൺ വർക്കിംഗ് ആയിട്ട് ഉള്ള ഒരു ഫെൻസിങ്ങിനെ നമ്മളെല്ലാം റെഡിയാക്കി റിപ്പയർ ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ആളും വെച്ചിട്ടും പിന്നെ പുറത്തിറന്ന് ഫണ്ട് മേടിച്ചിട്ടും നമ്മൾ റിപ്പയർ ചെയ്തെടുത്തിട്ട് ഇപ്പോൾ ആകെ ഒരു 7 കിലോമീറ്റേഴ്സ് മാത്രമേ നമ്മൾ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ളൂ. ജനകീയമാകുമ്പോഴാണ് പദ്ധതി പൂർണ്ണമായും യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. പ്രവർത്തനങ്ങളിൽ ആശ്വാസമെന്ന് കർഷകർ. ജനങ്ങൾ സംരക്ഷിച്ചാൽ ഇത് വിജയിക്കും, അല്ലാണ്ട് സർക്കാർ കൊണ്ട് മാത്രം വിജയിപ്പിക്കും, ഒരു വകുപ്പിന് വിജയിപ്പിക്കാൻ പറ്റൂല. ഈ ഫെൻസിങ് വരുന്നുണ്ട്, അത് പുതിയതായിട്ട് വരുന്നതാണ്, അതിൽ രക്ഷപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. വയനാട്ടിൽ വന്യജീവി സംഘർഷം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനപങ്കാളിത്തത്തിന്റെ ഫലം കൂടിയാണ്. വനവും ഗ്രാമവും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ കേവലം സോളാർ വേലിയല്ല, അതിന് ഒരുമയുടെ പ്രതീക്ഷയുടെ വേലി കൂടി പാകുമ്പോൾ പദ്ധതികൾ പൂർണ്ണതയിലേക്ക് എത്തുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.